ഹായ് എവ്രി വൺ, ഞാൻ റോണിയ. ഞാൻ കഴിഞ്ഞ 24th DHA എക്സാം അറ്റൻഡ് ചെയ്തത്, പാസ്സായിട്ടുണ്ട്. എൻ്റെ പഠിച്ച മെത്തേഡ് പറയുകയാണെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ ത്രൂ ആണ് പഠിച്ചത്. ആൻഡ്രു സാറിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഫുൾ ആദ്യം കേട്ടു. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ച ശേഷം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്രാഷ് കോഴ്സ് ക്ലാസ്സുകൾ കേട്ടു, അതിൻ്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഇമ്പോർട്ടൻറ്റ് ഫയൽസ് പഠിച്ചു. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്ന മെത്തേഡ്. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച് അത്യാവശ്യം അറിയായിരുന്നു. ട്രിക്കി ആയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എല്ലാം ഇൻഡയറക്റ്റായിട്ടും അവരെ ട്വിസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വരിക. എന്താണ് ആൻസറിലേക്ക് എത്താനാണ് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ടഫായിട്ടെന്ന് ഞാൻ പറയില്ല, നമുക്കത് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ടഫ് അല്ല, എന്നാൽ ഒത്തിരി ഈസി അല്ലായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിസിനൽ കെമിസ്ട്രി കാൽക്കുലേഷൻ പാർട്ടിൽ നിന്നൊക്കെ എനിക്ക് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. മെഡിസിനൽ കെമിസ്ട്രി പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും എനിക്ക് സ്ട്രക്ചറിൻ്റെ കൂട്ടത്തിൽ സ്ട്രക്ചറിൻ്റെ നെയിംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് എനിക്കത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാൽക്കുലേഷൻ പാർട്ടുകളാണെങ്കിലും ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എനിക്ക് കാൽക്കുലേഷൻ പാർട്ട് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഡയറക്റ്റ്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ പറയുകയാണെങ്കിൽ അധികം കുറേ ലാബ് വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. കുറേ ലാബ് വാല്യൂസ് ഉണ്ടാവും ക്വസ്റ്റ്യൻസിൽ. അപ്പം നമ്മൾ കുറേ കൺഫ്യൂസ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എക്സാമിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു 1.5 hour കൊണ്ട് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസും എളുപ്പമായിട്ട് തോന്നിയതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നത്തെ ടൈമിൽ ഞാൻ ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വർക്കൗട്ട് ചെയ്തു ആ ക്വസ്റ്റ്യൻസിൽ. അതുകൊണ്ട് എനിക്ക് ടൈം മാനേജ്മെൻറ്റ് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാനൊരു ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് റിമൈൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എക്സാം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് എക്സാമിന് പോവുക. കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൂപ്പിൽ റീസെൻ്റായിട്ട് എക്സാം എഴുതിയവർ ഷെയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം കളക്ട് ചെയ്യുക, അതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് നമ്മൾ പഠിക്കുമ്പം ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്യാണ്ട് എന്തുകൊണ്ട് ആ ആൻസർ വന്നു എന്തുകൊണ്ടാണ് ആ ആൻസർ നമ്മൾ സെലക്ട് ചെയ്തത്, അത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് തോന്നിയത് എന്തുകൊണ്ടാണ്, ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ വരുമ്പം നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വരുന്ന മിക്ക ഓപ്ഷൻസും അതിൽ സ്യൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം അതിൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ മെഡ്വെഞ്ചറിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ആൻഡ്രു സാർ, എൻ്റെ മെൻറ്റേഴ്സ് ആയിരുന്ന ഫസ്റ്റ് ഗൂഗിൾ സാറായിരുന്നു, അത് എൻ്റെ മറിയമ്മ, രണ്ടുപേരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരോടും താങ്ക്സ് പറയുകയാണ്. അങ്ങനെ ഓക്കെ, താങ്ക് യു.